നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ലോകകപ്പ് വിജയത്തിൻ്റെ ആവേശത്തിലാണ് രാജ്യമെങ്ങും വലിയ ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കി ഇത് മാത്രമേ ഉള്ളൂ. വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ തിളക്കമാർന്ന ഐതിഹാസികമായുള്ള കന്നി ലോകകപ്പ് വിജയം തന്നെയാണ് എവിടെയും ചർച്ച. വലിയ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ താരങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു ടീം എഫേർട്ടിൻ്റെ റിസൾട്ട് തന്നെയാണ്. തുടക്കത്തിൽ അല്പം മോശമായുള്ള പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ടൂർണമെൻറ്റിൽ. പക്ഷെ അവസാനം നിർണായകമായുള്ള വിജയങ്ങൾ നേടി ഫൈനലിലെത്താനും പിന്നീട് കിരീടം നേടാനും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് സാധിച്ചു എന്നുള്ളതാണ്. ഇതൊരു വലിയ ചേഞ്ചാണ്. കാരണം 1983 കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യത്തെ ലോകകപ്പ് നേടിയപ്പോൾ, പുരുഷ വിഭാഗം ക്രിക്കറ്റിൽ ആദ്യത്തെ ലോകകപ്പ് നേടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതേ രീതിയിൽ തന്നെ വരും വർഷങ്ങളിൽ ഇത് വനിതാ ക്രിക്കറ്റിൽ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഓരോ പ്രതിഭകൾക്കും വലിയ പ്രചോദനം പകരുന്നതാണ് ഈ ഹർമൻ പ്രീത് കൗറും സംഘവും നേടിയ ലോകകപ്പ് വിജയം. അതും 2 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ മുമ്പ് ലോകകപ്പ് നഷ്ടപ്പെട്ടൊരു ടീമാണ് ഇന്ത്യ. എന്തായാലും ഇത്തവണ കിരീടം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിജയം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ അത് ചർച്ചയാകുന്നുണ്ട്. അതായത് BCCIയുടെ മുൻ സെക്രട്ടറിയും ഇപ്പോൾ ICCയുടെ ചെയർമാനുമായ ജയ്ഷായുടെ ഒരു കോൺട്രിബ്യൂഷൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ഈ രീതിയിൽ മാറ്റിയതിൽ ഒരു നിർണായക സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി തന്നെയാണ് ജയ്ഷ. കാരണം ജയ്ഷ 2019 BCCIയുടെ സെക്രട്ടറി ആയതിനു ശേഷമാണ് വനിതാ ക്രിക്കറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. മുമ്പ് വനിതാ ക്രിക്കറ്റ് ടീമും പുരുഷ ക്രിക്കറ്റ് ടീമും തമ്മിൽ ഒരു കമ്പാരിസൺ ഒരിക്കലും ഉണ്ടാകാറില്ല. കാരണം പുരുഷ ക്രിക്കറ്റ് ടീം ഇങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു, പണം കൊണ്ടും എല്ലാ മേഖലയിലും അവർ പ്രകടനത്തിലാണെങ്കിലും അവർ ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നു. പക്ഷേ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജയ്ഷ വന്നതിന് ശേഷം എടുത്ത ഏറ്റവും വിപ്ലവകരമായൊരു തീരുമാനം തുല്യ വേതനം ഉറപ്പാക്കി എന്നുള്ളതാണ്. അതായത് പുരുഷ ക്രിക്കറ്റ് ടീമിനും വനിതാ ക്രിക്കറ്റ് ടീമിനും, ഇന്ത്യയുടെ 2 ക്രിക്കറ്റ് ടീമുകൾക്കും തുല്യ വേതനം ഉറപ്പാക്കി. അതായത് ജെൻഡർ ഇക്വാലിറ്റിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയായിരുന്നു അത്. ആ കോൺട്രാക്റ്റിലുണ്ടായ ആ ഒരു തുല്യത അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വനിതാ താരങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു നിർണായക നടപടി തന്നെയായിരുന്നു. പിന്നെ ജയ്ഷ BCCI സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള മറ്റൊരു നിർണായകമായുള്ള ഒരു തീരുമാനം വിമൻസ് പ്രീമിയർ ലീഗ് ആരംഭിച്ചതായിരുന്നു. IPL എത്രത്തോളം ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കി, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വളർച്ചയിൽ ഉണ്ടാക്കി, അതേ രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ വിമൻസ് പ്രീമിയർ ലീഗ് വഴി വനിതാ ക്രിക്കറ്റിലും സാധിച്ചു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയമേ ആയിട്ടുള്ളൂ വനിതാ ക്രിക്കറ്റിൽ വിമൻസ് പ്രീമിയർ ലീഗ് ആരംഭിച്ചിട്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ മുമ്പൊക്കെ ഈ വനിതാ ക്രിക്കറ്റ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിലൊന്നും വലിയ ആളുകളൊന്നും കളി കാണാനുണ്ടാകാറില്ലായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ BCCIയുടെ ചില നടപടികൾ വഴി സാധിച്ചു എന്നുള്ളതാണ്. ഫ്രീ ടിക്കറ്റ് സ്കീമുകളൊക്കെ കൊണ്ടുവന്നു. ഫ്രീ ടിക്കറ്റുകളൊക്കെ അനുവദിച്ച് കൂടുതൽ കാണികളെ ആകർഷിക്കാൻ, ഗ്രൗണ്ടിൽ എത്തിക്കാൻ, വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ അതൊരു പ്രേരകമായി മാറി എന്നുള്ളതാണ്. അതും ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത്തരം നിർണായകമായ സംഭാവനകൾ BCCI സെക്രട്ടറി എന്നുള്ള നിലയിൽ ജയ്ഷയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുമാത്രമല്ല, ഒരു ഡൊമസ്റ്റിക് സിസ്റ്റം കൃത്യമായിട്ട് കൊണ്ടുവരാൻ വനിതാ ക്രിക്കറ്റിന്, രാജ്യത്തെ വനിതാ ക്രിക്കറ്റിന് ഒരു ആഭ്യന്തര ഒരു ക്രിക്കറ്റ് ഒരു ഷെഡ്യൂളും കൃത്യമായിട്ടുള്ളൊരു സംവിധാനവും കൊണ്ടുവരാൻ BCCIക്ക് സാധിച്ചു. അതുകൂടാതെ തന്നെ വിദേശ പര്യടനങ്ങൾ, പ്രത്യേകിച്ച് അണ്ടർ 19 ലെവലിലൊക്കെയുള്ള വിദേശ പര്യടനങ്ങൾ, പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതെല്ലാം സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതൊരു 4 years 5 years ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു നിർണായക വിജയം നേടിയിരിക്കുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഗോട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിതാലി രാജ് മത്സരശേഷം, ഇന്ത്യയുടെ നിർണായക വിജയത്തിന് ശേഷം, ലോകകപ്പ് വിജയത്തിന് ശേഷം ഒരു കാര്യം പറഞ്ഞിരുന്നു. അതൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയായിരുന്നു. അതായത് ജയ്ഷയുടെ റോൾ തന്നെയാണ് മിതാലി രാജും പങ്കുവെച്ചത്. കാരണം ജയ്ഷ വന്നതിന് ശേഷം വനിതാ ക്രിക്കറ്റിലുണ്ടായ മാറ്റങ്ങൾ, എങ്ങനെ ഈ വനിതാ ക്രിക്കറ്റിനെ ഒരു പ്രൊഫഷണൽ സർക്യൂട്ടിലേക്ക് മാറ്റാൻ BCCIക്ക് സാധിച്ചു എന്നുള്ളത് അവരും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റനായ ഹർമൻ പ്രീത് കൗറും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം ഈ BCCI നൽകിയ ഒരു സപ്പോർട്ട് അത് തന്നെയാണ്. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ പ്രൊജക്റ്റ് വെച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിലെ ഒരു പ്രധാന ഘടകം. ഒരു യങ് ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ തൻ്റെ റോൾ ഭംഗിയായി നിർവഹിക്കാൻ ജയ്ഷയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൃത്യസമയത്ത് തന്നെ നിർണായക തീരുമാനങ്ങൾ, ഫോർവേഡ് ലുക്കിംഗ് ആയുള്ള പോസിറ്റീവായുള്ള സ്റ്റെപ്സ് എടുക്കാൻ BCCIക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു വിജയം. അപ്പോൾ അതിനെ ആ രീതിയിലാണ് കാണേണ്ടത്. പിന്നെ മലയാള മാധ്യമങ്ങൾ പൊതുവെ പോസിറ്റീവായുള്ള ഇത്തരം സ്റ്റോറീസ് നൽകുമ്പോൾ ആദ്യം ആ
ആ വ്യക്തിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജയ്ഷായുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവർക്ക് ഹിതകരമല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാർത്ത കൊടുക്കാനൊക്കെ അവർ ശ്രമിക്കും. ആ രീതിയിൽ തന്നെ സംഭവിച്ചു. പ്രത്യേകിച്ച് ഈ ലോകകപ്പ് വിജയത്തിന് ശേഷം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വാർത്തയാണ് ജയ്ഷായുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ നൽകിയത്. അതായത് ഹർമൻപ്രീത് കൗർ, ഇന്ത്യയുടെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ ICC ചെയർമാനായ ജയ്ഷായിൽ നിന്ന് വേൾഡ് കപ്പ് വാങ്ങാൻ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വന്നിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹം വിനയപൂർവ്വം അത് നിരസിച്ചു. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുവന്ന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ശ്രമിച്ചത്. മാധ്യമങ്ങൾ പല വാർത്തകളും വളച്ചൊടിക്കാനും തമസ്കരിക്കാനൊക്കെ ശ്രമിക്കും എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ഒരു 4-5 വർഷ കാലയളവിനുള്ളിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് തർക്കമില്ലാത്തൊരു വസ്തുത തന്നെയാണ്.